ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാറോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തൊടിയിൽ നിന്ന പാവലത്തിൽ നിന്ന് 2 പാവയ്ക്ക കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഊടിനൊക്കെ കഴിക്കാൻ പാകത്തിന് ഒരു കൊണ്ടാട്ടമായിട്ട് വറുത്തെടുക്കാം. ഞാനപ്പോൾ ഈ പാവയ്ക്ക കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസായിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ വറുത്ത് പോരുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് അതിലെ കുരുവൊക്കെ എടുത്ത് മാറ്റാം. ഒരുവിധം മൂത്ത പാവയ്ക്കാണ്. ഇപ്പോൾ നാടൻ പാവയ്ക്ക ചെറുതായിരിക്കുമല്ലോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് കൂട്ടിത്തിരുമ്മി എടുക്കാം. എല്ലായിടത്തും ഉപ്പ് പറ്റണം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരാനുള്ള ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് താഴെ ആകുമ്പോഴേക്കും നമുക്ക് ബ്രൗൺ കളറായി വരും. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാവയ്ക്ക വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്കതൊന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും പാവയ്ക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരി എടുക്കാം. ഇത് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ സ്നാക്സായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ് നമുക്ക്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ പാവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും.